ഹായ് ഹലോ നമസ്കാരം. ഒരു ഡിലേഡ് റിലീസ്, അതും വളരെ ഡിലേ ആയി വന്നിരിക്കുന്ന ഒരു റിലീസ്. അതിൻ്റെതാണെങ്കിലോ ഒരു വ്യാജ പതിപ്പ് വരെ ഇറങ്ങിയിരിക്കുന്നു. അതിനിടയിൽ പേഴ്സണൽ അറ്റാക്സ്, അതർ ഇഷ്യൂ, സെൻസർ കട്ട്, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രശ്നങ്ങൾ. എന്നിട്ടും എന്തിന് ഡയറക്ടർ അടക്കം 1 കോടിയിലധികം പേർ ഇതിന്റെ വ്യാജ പതിപ്പ് കണ്ടു എന്ന് ഒഫീഷ്യലി അനൗൺസ് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു ഇൻസിഡന്റ്. എന്നിട്ട് പോലും ബുക്കിംഗ് ഓപ്പൺ ആയി ഒരു നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അതിന്റെ ഒരുപാട് ഫാസ്റ്റ് ഫില്ലിങ്സ്, ഹൗസ്ഫുൾ ഷോസ് ഒക്കെ നിറഞ്ഞിരിക്കുന്നു. ഇതല്ല യാരാലേ, ഒരേ പേര്, തളപതി വിജയ്. നാവ് ദ ചീഫ് മിനിസ്റ്റർ ഓഫ് തമിഴ്നാട്, സി ജോസഫ് വിജയ്. വേറെ ലെവൽ ഹീറോയിസം, പ്രോപ്പർ റിയൽ ലൈഫ് ഹീറോയിസം. ബട്ട് ഈ ഒരു സിനിമ തന്നെ അതിന്റെ ഒറിജിനൽ അനൗൺസ് ഡേറ്റിൽ തന്നെ റിലീസായി ചെയ്തിരുന്നെങ്കിൽ എനിക്കിതൊരു സാധാരണ ഒരു ലാസ്റ്റ് വിജയ് സിനിമ അല്ലെങ്കിൽ ഒരു വിജയ് സിനിമ എന്നുള്ളൊരു തോട്ട് പ്രോസസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇപ്പോ ഇന്ത്യൻ പൊളിറ്റിക്സിലെ ഒരു ബിഗ്ഗസ്റ്റ് മിറാക്കിൾ ചെയ്തിട്ട് അങ്ങേര് തമിഴ്നാടിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ then it is a realization that this is really his last movie. ഇനി ബേസിക്കലി ആ ഒരു എക്സൈറ്റ്മെന്റ് ഇല്ല. വിജയ് അടുത്ത സിനിമ ആരോടൊപ്പം, ആരാണ് അടുത്ത ഡയറക്ടർ, എന്താണ് സിനിമ എന്നുള്ള എക്സൈറ്റ്മെന്റുകളില്ല. ഫസ്റ്റ് ലുക്കുകളില്ല, സെക്കൻഡ് ലുക്കുകളില്ല. ബർത്ത്ഡേക്ക് നിറഞ്ഞു നിൽക്കുന്ന സിനിമ പോസ്റ്ററുകൾ, പരിപാടികൾ, ഇതൊക്കെ നിറഞ്ഞു നിൽക്കുന്ന സെലിബ്രേഷനുകളില്ല. ആ ഒരു ഫസ്റ്റ് സിംഗിളുകളില്ല. അത് കഴിഞ്ഞ ശേഷം ഓഡിയോ ലോഞ്ച് ഇല്ല, ഓഡിയോ സ്പീച്ചേഴ്സ് ഇല്ല. സോ ബേസിക്കലി കുട്ടിക്കാലത്ത് മുതൽ ആരാധിച്ചിരുന്ന ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സിനിമാ താരം, ഒരു ആക്ടർ, ഒരു ഐഡൽ, ആ സിനിമാ ജീവിതത്തിന് ലിറ്ററലി ഒരു എൻഡ്, അല്ലെങ്കിൽ എന്താ പറയാ, ഒരു തിരശ്ശീല തന്നെ വീഴുകയാണ്. പേഴ്സണലി ഇന്ന് തിയേറ്ററിൽ കടന്നപ്പോൾ എനിക്ക് തോന്നിയൊരു ഫീൽ അതായിരുന്നു. ബേസിക്കലി ആ ഒരു കംപ്ലീറ്റ് ഇമോഷൻ തന്നെ ഇറങ്ങി വന്നു. ഫ്രാങ്ക് വിചാരിച്ച സീറ്റോ ആഗ്രഹിച്ച കാര്യങ്ങളൊന്നും അല്ല നടന്നിരുന്നത്. ഒരുപാട് കാര്യങ്ങളിലും ഇഷ്യൂസ് ഉണ്ടായി. എന്നിരുന്നാൽ ഞാൻ ബുക്ക് ചെയ്ത ടിക്കറ്റിൽ വേറൊരാൾ വന്നിരിക്കുകയും ചെയ്തു, ഡുവൽ ബുക്കിംഗ് ഒക്കെ നടന്നു. എന്നിട്ട് അവസാനം എവിടെയോ പോയൊക്കെ ഇരുന്നാണ് സിനിമ കണ്ടത്. പക്ഷെ ദ മൂമെന്റ് ഐ സാറ്റ് ദയർ, everything just gone. I just felt like this is one last time. One last time we are seeing him the screen. One last time we gonna enjoy his action, his comedy, him in the big screen in total. The dance, everything for the last time. ആ ഒരു ഇമോഷൻ കയറി വന്നതോടുകൂടി ടു ബി ഫ്രാങ്ക് എവറിത്തിങ് എൽസ് ഡിഡ്ന്റ് മാറ്റർ ഓൺലി. എനിക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു ബന്ധമേ ഇല്ലാത്തായിരുന്നു. ടു ബി ഫ്രാങ്ക് ഒരു വലിയ വിജയ ആരാധകൻ എന്ന നിലയ്ക്ക് ഇറ്റ് ഫെൽറ്റ് ലൈക്ക് ലിറ്ററലി ദ എൻഡ് ഓഫ് ദ സിനിമ ലൈഫ് ഫോർ വിജയ്. ആ ഒരു ഫീൽ അവിടെ നിന്നു. ടു ബി ഫ്രാങ്ക് ഈ സിനിമ സ്റ്റോറി, ഡയറക്ഷൻ, കാര്യങ്ങൾ ഡസന്റ് മാറ്റർ ഓൺലി. ആ ഒരു കാര്യങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തീരെ ഒരു ബാധകമേ അല്ലാത്ത പോലെയാണ് ഞാൻ സിനിമ കണ്ടിരുന്നത്. ഇതിന്റെ സിനിമയുടെ കഥയായിക്കോട്ടെ, ടു ബി ഫ്രാങ്ക് ഒരു റീമേക്ക് പടമാണ്. ആ റീമേക്ക് പടം എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ അത് എന്നെ ബാധിച്ചില്ല. ആ സിനിമയിൽ ഒരുപാട് ക്ലീഷ്യ സീൻസ്, അതിന്റെ പ്രശ്നങ്ങൾ, സ്റ്റോറി, സ്ക്രിപ്റ്റിംഗിലെ പ്രശ്നം, വേഴ്സ്റ്റ് VFX, ടു ബി ഫ്രാങ്ക്, ഇതൊക്കെ ഉണ്ടായിട്ട് പോലും when he comes into the screen I literally screamed. ഒരു ഒച്ചത്തിൽ നമ്മുടെ ഈ ഒച്ചയും ബഹളവും വിസിലും പരിപാടികളും ഒക്കെ നിറഞ്ഞ് ടു ബി ഫ്രാങ്ക് അതിന് എൻഡ് എത്തിയപ്പോൾ ലിറ്ററലി ഒരു കണ്ണ് നിറഞ്ഞുകൊണ്ട് തന്നെയാണ് വന്നത്. ആ എൻഡ് ക്രെഡിറ്റ് കണ്ട് കണ്ണ് നിറഞ്ഞാണ് ഞാൻ പേഴ്സണലി തിയേറ്ററിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. ഒരു വിജയ് ഫാൻ എന്ന നിലയ്ക്ക് ഐ ലിറ്ററലി എൻജോയ്ഡ് എന്ന് പറയാം. ബിക്കോസ് ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈം ഐ ഗോണ സീ, ആൻഡ് ദിസ് ഇസ് ദ ലാസ്റ്റ് ടൈം മേ ബി വി ഗോണ ഗെറ്റ് ദ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓഫ് എ വിജയ് മൂവി ഇൻ ഫ്യൂച്ചർ. എനിവേ നിയർ ഫ്യൂച്ചറിൽ എന്തായാലും അദ്ദേഹം ഒരു പടത്തിന് വരില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. സോ കൺസിഡറിങ് ദാറ്റ് ദിസ് ഇസ് ദ ലാസ്റ്റ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ ഓഫ് എ വിജയ് മൂവി ആൻഡ് ദ ബെസ്റ്റ് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ യു വിൽ എവർ ഗെറ്റ്. ഒരു വിജയ് പടത്തിന്റെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ കാണുന്ന കിക്ക് വേറെ ഒരു പടത്തിനും കിട്ടില്ല. അത് എത്ര വലിയ പടമാണെങ്കിലും ആ ഒരു ഫീൽ, അതൊരു വേറെ ഇമോഷൻ, അതിന്റെ കാര്യങ്ങൾ, ടു ബി ഫ്രാങ്ക് ഡയലോഗുകൾ പോലും കേൾക്കാൻ പറ്റാത്ത ആർപ്പ് വിളികൾ, ക്ലാപ്പ്, വിസിൽസ്, ഇതൊക്കെയാണ് ഒരു വിജയ് സിനിമയുടെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ എന്ന് പറയുന്നത്. ദാറ്റ് മൊമെന്റ് enjoyed, cherished and lived at its max. Maybe to be frank, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിജയ് ആരാധകൻ എന്ന നിലയ്ക്ക് ലിയോ ആണ് അദ്ദേഹത്തിന്റെ ലാസ്റ്റ് പടം. അത് കഴിഞ്ഞ ശേഷമുള്ള 2 പടങ്ങളും, ഇതായിക്കോട്ടെ ഗോട്ട് ആയിക്കോട്ടെ, ഐ ഡോണ്ട് വാണ്ട് ടു കൺസിഡർ ദാറ്റ് അതൊരു ലാസ്റ്റ് പടം എന്ന് കൺസിഡർ ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വിജയുടെ സിനിമ കരിയർ ലിയോയിൽ തന്നെ അവസാനിച്ചു. പക്ഷെ ഈ ഒരു മൂമെന്റ്, ദിസ് ലിറ്ററലി ഫെൽറ്റ് the child in me. It literally brought the child in me outside and enjoyed that moments.
അത്രയേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല ഈ സിനിമയെ കുറിച്ചിട്ട്. ആൻഡ് ആസ് എ ന്യൂട്രൽ ഫാൻ ഈ സിനിമ എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചാൽ ഇതൊരു കംപ്ലീറ്റ് ഓവർ ദ ടോപ്പ് പരിപാടി, കംപ്ലീറ്റ് ഓവർ ദ ടോപ്പ് പരിപാടി, എ പ്രോപ്പർ റീമേക്ക്, അതിൻ്റെതായ ഇഷ്യൂസ്, VFX ഭയങ്കര മോശം. ലിറ്ററലി ഇതിൽ നിന്ന് വിജയും അനിരുദ്ധിനെ എടുത്ത് മാറ്റിയ ഇറ്റ് മൈറ്റ് ബി എ വെരി ദിസ് മൂവി ലിറ്ററലി വോണ്ട് വർക്ക് ഫോർ യു. സോ വിജയ് ആൻഡ് അനിരുദ്ധ് ദേ ലിറ്ററലി പുൾഡ് ഇറ്റ് ഓഫ് ആൻഡ് അവര് തന്നെയാണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് ആയി നിൽക്കുന്നത്. ബട്ട് ആസ് എ വിജയ് ഫാൻ ഇറ്റ് ഈസ് ലൈക്ക് എനിക്കിതൊന്നും ബാധകമേ അല്ലായിരുന്നു. എനിക്കിതിന്റെ സ്റ്റോറി, സ്ക്രിപ്റ്റ്, VFX കാര്യങ്ങൾ അതിന്റെ എന്തൊക്കെ വന്നോ അതൊന്നും എന്നെ ബാധിച്ചില്ല. ഐ വാസ് നോട്ട് ബോതേർഡ് അറ്റ് ഓൾ. എനിക്കതൊരു വിഷയമേ അല്ലായിരുന്നു. സിനിമയിൽ സ്ക്രീനിൽ കണ്ടു, വൺ ലാസ്റ്റ് ടൈം ഓൺ ദ സ്ക്രീൻ, ദാറ്റ് മാൻ വിജയെ അങ്ങനെ കാണുക എന്നുള്ളതിനേക്കാളും വലുത് ഇന്ന് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. സോ ഇമോഷണൽ, സോ അടിപൊളി, നത്തിങ് ടു സേ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇനിയൊരു വിജയ് പടം അതെന്നാണെന്ന് ഉറപ്പൊന്നുമല്ല. സോ ഒരു വിജയ് പടം തിയേറ്ററിൽ പോയി കാണാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ട്രൈ ഇറ്റ്, ബിക്കോസ് യാ ദാറ്റ്സ് ഇറ്റ്. ഒന്നും പറയാനില്ല. താങ്ക് യു. ബൈ ബൈ.